നിസാൻ പാട്രോൾ മരുഭൂമിയിലെ രാജാവ് എന്നറിയപ്പെടുന്ന വണ്ടിയാണ്. നമ്മളിന്ന് ഏതായാലും മരുഭൂമി പോലത്തെ ഒരു വെതറിൽ അതേപോലത്തെ ഒരു ടെറൈനിലാണ് ഈ രണ്ട് നിസാൻ പാട്രോൾസ് ആയിട്ടുള്ളത്. സോ വെൽക്കം ടു ജെഡീസ് ഗറാജ്. നിസാൻ പാട്രോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ഓഫ് റോഡ് എൻതൂസിയാസ്റ്റിൻ്റെയും ഒരു ഡ്രീം വെഹിക്കിൾ ലിസ്റ്റിലുള്ള ഇറ്റ് വിൽ ഫിഗർ റൈറ്റ് അപ്പ് ദെയർ അറ്റ് ദ ടോപ്പ്. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ രണ്ട് വണ്ടികളും പാട്രോളിൻ്റെ ഇന്ത്യയിലുള്ളതിൽ വളരെ റെയർ ആയിട്ടുള്ള രണ്ട് ജനറേഷൻസാണ്. റെയർ ആൻഡ് ദ റെയറസ്റ്റ് എന്ന് തന്നെ പറയാം. സോ നമുക്ക് പാട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1950s മുതൽ ഉള്ളൊരു ബ്രാൻഡാണ്. നിസാൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ് അത് വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സോൾഡ് ഓൾ അറൗണ്ട് ദ വേൾഡ് എക്സെപ്റ്റ് ഇന്ത്യ അൺഫോർച്ചുനേറ്റ്ലി. ആൻഡ് പല പേരുകളിലും പല ബ്രാൻഡുകളിലും പല കമ്പനീസിൻ്റെ സബ് ബ്രാൻഡായിട്ടും പാട്രോൾ വണ്ടികൾ ലോകം മുഴുവൻ ഇപ്പോഴും കിടന്നുകൂടുന്നുണ്ട്. ഇതിൻ്റെ നമുക്കൊരു ഹിസ്റ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ അഗെയിൻ ഏർലി 1950s നമ്മുടെ ടൊയോട്ട ലാൻഡ് ക്രൂസർ തുടങ്ങിയ സമയത്ത് തന്നെയാണ് നിസാൻ പാട്രോളിൻ്റെയും ജനനം സംഭവിക്കുന്നത് ജപ്പാനിൽ. ജാപ്പനീസ് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ടൊയോട്ടയും നിസാനും രണ്ട് ഓഫ് റോഡേഴ്സ് ഉണ്ടാക്കി. ടൊയോട്ട അന്ന് FJ സീരീസിൻ്റെ തുടക്കത്തിൽ 25 സീരീസൊക്കെ ഉണ്ടാക്കി. ആൻഡ് നിസാൻ അതിൻ്റെ കൂട്ടത്തിൽ 4W60 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഓഫ് റോഡർ ഉണ്ടാക്കി. അഗൈൻ കാണാനായിട്ട് വളരെ സിമിലറാണ് ആ സമയത്തുള്ള നമ്മുടെ വില്ലീസ് ജീപ്പും കേസർ ജീപ്സും ഫോർഡ് ജീപ്സും ഒക്കെ പോലെ തന്നെ ഇരിക്കുന്നൊരു വണ്ടിയാണ്. ഡിഡ് എ വെരി സിമിലർ ജോബ് ടു ദോസ്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് വെരി പോപ്പുലർ ഔട്ട്സൈഡ് ജപ്പാൻ. എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ദ 60 സീരീസ് എന്ന് പറയുന്ന ജനറേഷൻ വെൻറ്റ് ഓൾ അറൗണ്ട് ദ വേൾഡ്. US-ലോട്ടും യൂറോപ്പിലോട്ടും എല്ലായിടത്തും എവ്രിവെയർ യു നെയിം ഇറ്റ്, ഓസ്ട്രേലിയ എല്ലായിടത്തും ആ വണ്ടി ഭയങ്കര ലെജൻഡറി ആയി. താങ്ക്ഫുള്ളി നമുക്ക് ഇന്ത്യയിലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ടായി ഇൻ ദ നെയിം ഓഫ് ദ ജോങ്ക. സോ ജോങ്ക എന്നുള്ള നിസാൻ പാട്രോൾ ഇന്ത്യയിൽ കുറച്ചു കാലം ഉണ്ടാക്കിയിരുന്നു. നിസാനായിട്ട് കുറച്ചു കാലം വന്നു. അത് കഴിഞ്ഞ് വെഹിക്കിൾ ഫാക്ടറി ജബൽപൂർ, നമ്മുടെ ആർമി വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന അതേ ഫാക്ടറിയിൽ, ഓർഡിനൻസ് ഫാക്ടറിയിൽ ഈ വണ്ടികളും സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് വേ ബിഫോർ ദ ജിപ്സീസ് വേ പോപ്പുലർ, വേ ബിഫോർ MM540 പറ്റി ആലോചിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ നിസാൻ പാട്രോൾ അല്ലാതെ നമ്മുടെ ജോങ്ക ഇത് ഇന്ത്യൻ ആർമീനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സെർവ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയും കൂടെയാണ്. സോ ഇന്ത്യയിൽ നമ്മൾ പാട്രോൾസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉള്ളത് ആ ജോങ്ക ജനറേഷൻ ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞ് വന്ന് ഉള്ള ഒരു ജനറേഷൻ നമുക്ക് ഇന്ത്യയിൽ വി റിയലി ഡെൻ ഗെറ്റ് മച്ച് ഓഫ് ഇറ്റ്, ദ 160 ജനറേഷൻ. പിന്നെ കുറേ ഉള്ളത് നമ്മുടെ Y60 നിസാൻ പാട്രോൾസാണ്. സോ അതിപ്പോൾ അത്യാവശ്യം ഓൺലൈനും എല്ലാവർക്കും കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് ദാറ്റ്സ് എ ഫെയർലി പോപ്പുലർ കാർ ഇൻ ഇന്ത്യ. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് വണ്ടികൾ ദ Y61 ആൻഡ് ദ Y62 ആർ എക്സ്ട്രീംലി റെയർ. സോ നമുക്ക് ഈ രണ്ട് വണ്ടികൾ ദാറ്റ് ഈസ് ദ Y62 ആൻഡ് ദ Y61 നമുക്ക് ഈ ഒരു ടെറൈനിൽ, ഈ ഒരു ക്ലൈമറ്റിൽ, ഇതിൻ്റെ നാച്ചുറൽ എൻവയറമെൻറ്റിൽ, സാധാരണ നമ്മൾ റോട്ടിൽ കൂടെ ഓടിച്ച് ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് പറയുന്ന പകരം ഇതിൻ്റെ വാട്ട് ഇറ്റ് വാസ് ഡിസൈൻ ടു ഡു ഫോർ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതിൽ ഇറ്റ്സ് എ വെരി റെയർ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദിസ് ഷുഡ് ബി സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. നിസാൻ പാട്രോൾ Y61 നമ്മളൊരു സിംഗിൾ വാക്കിൽ പറയുകയാണെങ്കിൽ, ഒരു സിംഗിൾ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ദ ലോങ്ങസ്റ്റ് റണ്ണിങ് നിസാൻ പാട്രോൾ എവർ. ദിസ് കാർ വാസ് സോ ഗുഡ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ നിർത്തിക്കഴിഞ്ഞ് അതിൻ്റെ സക്സസർ വന്നു കഴിഞ്ഞിട്ടും പോപ്പുലർ ഡിമാൻഡ് കാരണം ഇന്നും ഈ വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നും ഇതിന് അതിൻ്റേതായ ഫാൻ ഫോളോയിങ് ഉണ്ട്. ചില സെലക്ട് മാർക്കറ്റ്സിൽ ഇപ്പോഴും ഇറ്റ് ഇസ് സ്റ്റിൽ സോൾഡ് ആസ് എ ന്യൂ കാർ. അത്രയും തന്നെ പറയാം. 1997 ഉണ്ടാക്കിയൊരു വണ്ടി ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പിന്നെ ബേസിക് ഫോർമുല മാറ്റാണ്ട്, ആക്ച്വലി ബേസിക് അല്ല ഒന്നും മാറ്റാണ്ട് തന്നെ ഇത്രയും കാലം ഓടിക്കുക എന്ന് പറയുമ്പോൾ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്ത് എഹെഡ് ഓഫ് ടൈം ആയിരുന്നു ഈ വണ്ടി ഫോർ ദ മാർക്കറ്റ്, എന്ത് ഓവർ കേപ്പബിൾ ആയിരുന്നു അപ്പോൾ തന്നെ. കാര്യം ഇപ്പോൾ എല്ലാ വണ്ടിയും ഓഫ് റോഡേഴ്സ് ആവുകയാണ്, എല്ലാ വണ്ടിക്കും ഇലക്ട്രോണിക് കേപ്പബിലിറ്റീസ് വളരെ അധികമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സും ഫാൻസി സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ വണ്ടി ഇപ്പോഴും ഇൻ ഡിമാൻഡ് ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ടെറൈൻസ് ദാറ്റ് ഈസ് ദ മിഡിൽ ഈസ്റ്റ്. ഡെസേർട്ടിലും കാര്യങ്ങളിലെല്ലാത്തിലും ഇഫ് ദിസ് ഇസ് സ്റ്റിൽ ദ ഫേവറേറ്റ്, നമുക്കൊന്ന് കണ്ടുപിടിക്കണം എന്താണ് ഈ വണ്ടിയുടെ രഹസ്യം എന്നുള്ളത്. 1997 വെൻ ദ പാട്രോൾ Y61 വാസ് ലോഞ്ച്ഡ് ഒരു ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് അപ്ഗ്രേഡ് ആയിരുന്നു Y60 പാട്രോൾ എന്ന്. കാര്യം Y60 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ ബോക്സ് ഓൺ വീൽസ് കാണാനായിട്ട്. ഇറ്റ്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ വിത്ത് വൈഡ് വീൽസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്, റൗണ്ട് ലൈറ്റ്സ്. ഒരു ടിപ്പിക്കൽ ലേറ്റ് 70s ഏർലി 80s ഒരു സ്റ്റൈലിംഗ് ട്രെൻഡാണ് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത്രയും കാലം അത് കറൻറ്റ് ആയിട്ട് തന്നെ നിന്നെങ്കിലും ബൈ ദ ലേറ്റ് 90s ഇറ്റ് വാസ് ഗെറ്റിംഗ് ഔട്ട്ഡേറ്റഡ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ആ ലുക്സും കാര്യങ്ങളും ഒഴിച്ച് ദ പീപ്പിൾ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ലുക്സും ഇഷ്ടമായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഗെറ്റിംഗ് ഡേറ്റഡ്. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി, ആ ഒരു പെർഫോമൻസ്, ആ ഒരു ഓഫ് റോഡബിലിറ്റി, ഡിപ്പെൻഡബിലിറ്റി, ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അവർ ക്യാരി ഓവർ ചെയ്തു Y61.
സോ നമുക്ക് ഒരു ക്രൂഡായിട്ട് പറയാം Y61 വാസ് Y60 ഇൻ ഫാൻസി ക്ലോത്ത്സ്. സോ നമുക്ക് ഫാൻസി ക്ലോത്ത്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിതിൻ്റെ എക്സ്റ്റേണൽ ലുക്സിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. സോ പഴയ Y60 പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ബിക്കെയിം വൈഡർ. ആ വൈഡ് ആയതുകൊണ്ട് തന്നെ അകത്ത് ക്യാബിൻ സ്പേസ് ഭയങ്കര ഒരു ഇൻക്രീസ് ഉണ്ടായിരുന്നു. ആ വൈഡർ ക്യാബിൻ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാര്യം ഈ വണ്ടി കമ്പീറ്റ് ചെയ്തിരുന്നത് 100 സീരീസ് ലാൻഡ് ക്രൂയിസറായിട്ടാണ്. 100 സീരീസ് നമ്മുടെ 80 സീരീസിൽ നിന്ന് വളരെ ഒരു റാഡിക്കൽ ചേഞ്ച് ആയിരുന്നു ടുവേർഡ്സ് മോർ കംഫർട്ട്, ടുവേർഡ്സ് മോർ സ്പേസ്, ലക്ഷറി, അങ്ങനത്തെ കാര്യങ്ങൾ. സോ വൈൽ നിസാൻ ടുക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ദാറ്റ് ഫോർമുല ആസ് ഇൻ നമ്മുടെ സ്പേസ്, സൈസ്, കംഫർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തെങ്കിലും 100 സീരീസ് 80 സീരീസ് അപേക്ഷിച്ച് അതിനെ ലൂസ് ചെയ്ത ഓഫ് റോഡ് എബിലിറ്റി പെട്രോൾ Y61 Y60 എന്ന് കമ്പയർ ചെയ്യുമ്പോൾ അത് പോയിട്ടില്ല. ഇറ്റ് സ്റ്റിൽ ഹെൽഡ് ഓൺ ടു ഓൾ ഓഫ് ദാറ്റ് ക്വാളിറ്റീസ്. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന സോളിഡ് ആക്സിൽ സസ്പെൻഷൻ വന്നതാണ്. ആൻഡ് ദാറ്റ് വാസ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് കാർ. പിന്നെ എക്സ്റ്റേണൽ ലുക്സ് ബാക്കി നോക്കുമ്പോൾ ഈ വിട്ടും കാര്യങ്ങളും അല്ലാണ്ട് ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വന്നു. ഈ ഒരു മോഡേൺ നിസാൻ ഗ്രില്ലും അതിൻ്റെ ആ ഒരു സിഗ്നച്ചർ ഫാമിലി ലുക്ക്, ആ സമയത്തുള്ള എല്ലാ നിസാൻസ് നോക്കിയാലും ഈ ഒരു ഡിസൈൻ ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. നമ്മുടെ Y60ൻ്റെ മെറ്റൽ ബമ്പേഴ്സ് നിന്ന് ഇതിൻ്റെ ഫൈബർ ബമ്പേഴ്സും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാറ്റ് ബ്രോട്ട് ഇറ്റ് ഓൾമോസ്റ്റ് അപ് ടു ഡേറ്റ്. യു ഹാഡ് വെരി ഒരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഫെൻഡർ ഫ്ലെയർസും കാര്യങ്ങളും സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഒരു വൈൽഡ് ലുക്കല്ല, പക്ഷേ ഒരു സിറ്റി റിഫൈൻഡ് SUV എന്നുള്ള അങ്ങനത്തെ ഒരു ലുക്കാണ് ഈ വണ്ടിയിൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ വെരി കേപ്പബിൾ. സൈഡ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഒരു സ്ലാബ് സൈഡഡ്. കാര്യമായിട്ട് വലിയ ക്ലാഡിങ്സോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. യു ഹാവ് വെരി ജസ്റ്റ് ഒരു സിംഗിൾ ക്രീസ് മാത്രം ഈ സൈഡിൽ വന്ന് ബാക്കിയെല്ലാം വെരി ഫങ്ഷണൽ സ്റ്റഫ്. ഒരു സിമ്പിൾ ഫ്ലോർ ബോർഡും കാര്യങ്ങളുമാണ്. വീൽസ് അഗൈൻ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. യു ഹാഡ് മെനി അലോയ് വീൽസ്, മെനി സ്റ്റീൽ വീൽ ഓപ്ഷൻസ്. ഈ വണ്ടി ഇരിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റീൽ പോലിരിക്കുന്ന ഒരു അലോയ് വീൽസാണ്. ആൻഡ് അൺലൈക്ക് ദ 80 സീരീസ് ലാൻഡ് ക്രൂയിസേഴ്സ് റിയർ വിൻഡോസ് വെ ഫ്ലഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൂടുതലും എയർ കണ്ടീഷൻഡ് കംഫർട്ടബിൾ കാറാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ വണ്ടി കൊണ്ട്. നമ്മൾ സ്ലോലി അഗെയിൻ കമ്മിങ് ടുവേർഡ്സ് ദ റിയർ എൻഡ് നോക്കുകയാണെങ്കിലും ഇറ്റ്സ് എ വെരി ഫ്ലാറ്റ് കാർ. അഗെയിൻ നമ്മൾ ലാൻഡ് ക്രൂയിസർ പോലെ പൊങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് Y60 നിസാൻ പെട്രോൾ പോലെ തന്നെ ആ ഒരു ഫ്ലാറ്റ് റൂഫ്, അതാണ് അതിൻ്റെ ആ പെട്രോളിൻ്റെ ഒരു ഭംഗി എന്ന് തന്നെ പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ദ ഹൈ റൂഫ് മോഡൽസ് ഡോണ്ട് ലുക്ക് ആസ് ഗുഡ് ആസ് ദ ഫ്ലാറ്റ് റൂഫ് നിസാൻ പെട്രോൾസ്. ആൻഡ് ആ ഒരു ഫ്ലാറ്റ് റൂഫും ആ ഒരു ക്യാരക്ടറും ആ ഒരു ബാൺ ഡോസ് ആ സമയത്തുണ്ടായിരുന്ന ഒരു ട്രെൻഡിങ് ഫീച്ചറാണ്. സോ രണ്ട് സൈഡിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഡോസ് തുറക്കുന്നത് ബൂട്ട് ആക്സസ് ചെയ്യാനായിട്ട്. സോ ഓൾ ദോസ് വേ ക്യാരിഡ് ഓൺ ടു ദ നിസാൻ പെട്രോൾ Y61. ആൻഡ് അഗെയിൻ സ്റ്റൈലിങ്ങിനെ പറ്റി ഈ ഒരു എറ SUVസിൽ അധികം കാര്യമായിട്ട് പറയാനില്ല. കാര്യം ദീസ് വേ ജസ്റ്റ് മോർ ഫങ്ഷണൽ റാദർ ദാൻ ഒരു സ്റ്റൈലിഷ് വെഹിക്കിൾസ്. സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ആ സമയത്തുള്ള ട്രെൻഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഒന്ന് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ആ സ്റ്റൈലിംഗ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇറ്റ് റിറ്റെയിൻസ് ഓൾ ദ ക്യാരക്ടർ, ഇറ്റ് റിറ്റെയിൻസ് ഓൾ ദ മെക്കാനിക്കൽ ക്വാളിറ്റി, ഓൾ ദ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഓഫ് എ Y60 പെട്രോൾ. അങ്ങനെ ഇൻസൈഡ് ദ Y61 നിസാൻ പെട്രോൾ. സോ ഈ വണ്ടി എക്സ്റ്റേണലി നമുക്കിപ്പോൾ കാണുമ്പോൾ അപ് ടു ദ ടൈംസ് ആണെങ്കിലും ഇൻറ്റീരിയർ ആ ടൈമിലേക്ക് ഇറ്റ് ഇസ് സ്റ്റിൽ എ വെരി 90s കാർ. സോ ഇൻറ്റീരിയർ ഡാഷ്ബോർഡ്സും കാര്യങ്ങളെല്ലാം ഒരു ടിപ്പിക്കൽ നിസാൻ വൈബാണ്. നമ്മുടെ AC വെൻസ് ആണെങ്കിലും ഇൻറ്റീരിയർ കൺസോൾ ആണെങ്കിലും. അഗൈൻ പെട്രോളിൽ ലാർജ് നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ലൈക്ക് എ ലാൻഡ് ക്രൂസർ. സോ നമുക്കൊരു വളരെ ബേസിക് മുതൽ വളരെ വളരെ ഹൈ എൻഡ് പെട്രോൾ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. യു ക്യാൻ സ്പെക് ഇറ്റ് അക്കോർഡിംഗ് ടു ഹൗ യു വാണ്ട്. ആൻഡ് ഈ പറഞ്ഞ വണ്ടികളെല്ലാം അതിൻ്റെ ജീവിതത്തിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോൾസാണ് ചെയ്തിരുന്നത്. സോ നമുക്ക് പെട്രോൾസ് നമുക്ക് കുറേ കാണാം. യുണൈറ്റഡ് നേഷൻസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ കയ്യിൽ യു ഹാവ് വെരി ബേസിക് പെട്രോൾസ്. പക്ഷേ നമ്മുടെ ഗൾഫ് എടുത്താലും അതേപോലെ പല കൺട്രീസ് നോക്കിയാലും ഒരു ഹൈലി ലക്ഷൂറിയസ് പ്രസ്റ്റീജിയസ് ഒരു പ്രീമിയം കാറായിട്ടും പെട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് തന്നെയാണ് നിസാൻ ആ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് ലെൻസ് ഇറ്റ് സെൽഫ് ടു ബീയിങ് എനിത്തിങ് ദാറ്റ് ഇറ്റ്സ് ഓണർ വാണ്ട്സ് ഇറ്റ് ടു ബി. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെരി നൈസ് ഫീലിംഗ്. കാര്യം നമ്മൾ ആ ഒരു ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാസിക് ലുക്സ് ഒക്കെ ഉണ്ടെങ്കിലും അകത്ത് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ലൈക്ക് എ വെരി വെരി ഓൾഡ് സ്കൂൾ ഓഫ് റോഡർ. ആൻഡ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അണ്ടർനീത്ത് ദിസ് കാർ ഈസ് ദ Y60 പെട്രോൾ. അതിൻ്റെ ആ ഒരു ബേസും അതേപോലെ ആ സോളിഡ് ആക്സൽ സസ്പെൻഷനും വിത്ത് ദ കോയിൽ സ്പ്രിങ്സ്. സോ ഇറ്റ് ഈസ് ഓഫ് റോഡ് കേപ്പബിൾ, ബാഡ് റോഡ് കേപ്പബിൾ, യെറ്റ് കോയിൽ സ്പ്രിങ്സ് ആയതുകൊണ്ട് ഓൺ റോഡ് ഓൾസോ ക്വൈറ്റ് കേപ്പബിൾ. ആൻഡ് സ്റ്റിയറിംഗ് ഫീൽ അത്യാവശ്യം നല്ല ഡയറക്റ്റാണ്. ഗിയർ ഷിഫ്റ്റ് വെരി പോസിറ്റീവ്. ക്ലച്ച് അത്യാവശ്യം ഒരു ഹെവിയാണ്, ബട്ട് ദെൻ അഗെയിൻ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എൻഗേജിങ് ക്ലച്ചാണ്. നമുക്ക് ശരിക്കും അത് ഓഫ് റോഡ് പോകുമ്പോഴും ഇപ്പോൾ ഞാൻ ആ കോറയ്ക്കകത്തോട്ട് ഓടിക്കുമ്പോഴും എല്ലാം നമുക്ക് നല്ല രീതിയിൽ മോഡുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് യു ക്യാൻ മേക്ക് ദിസ് കാർ ഡാൻസ് ടു യുവർ ട്യൂൺസ്. ആൻഡ് അത് തന്നെയാണ്
ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടോക്കിംഗ് അബൌട്ട് എൻജിൻസ്, ഇതിൻ്റെ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ എല്ലാ എൻജിൻസും 6 സിലിണ്ടർ ആയിരുന്നു. യു ഹാഡ് ഇൻലൈൻ 6 ഡീസൽസ് ആസ് വെൽ ആസ് പെട്രോൾസ്. പെട്രോൾ അഗെയിൻ ഇന്ത്യക്ക് നമുക്ക് വലിയ പ്രാധാന്യമില്ല, അതുകൊണ്ട് തന്നെ വി നോട്ട് ഡെൽവിങ് ടു മച്ച് ഇൻ ടു ദാറ്റ്. ഡീസൽ എന്ന് പറയുമ്പോൾ നമുക്ക് യു ഹാഡ് ദ 2.8 ലിറ്റർ RD28 എൻജിൻ ഉണ്ടായിരുന്നു. ആൻഡ് അതല്ലാണ്ട് ഇവിടെ 4.2 ലിറ്റർ NA ഡീസൽ എൻജിനും ഉണ്ടായിരുന്നു. സോ ദ 4.2 എൻജിൻ ആണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഡിസൈറബിൾ, അതാണ് ഈ വണ്ടിയിലുള്ളത്. ഇറ്റ്സ് ആക്ച്വലി ഒരു മോറോലെസ് ഒരു ബുള്ളറ്റ് പ്രൂഫ് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല മോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു ഡ്യൂറബിലിറ്റി, അതേപോലെ ലോഡ് ലഗിങ്, നല്ലോണം ഓഫ് റോഡ് പോകാനായിട്ട്, ക്യാമ്പ് വാൻസ് ടോ ചെയ്യാൻ, എല്ലാത്തിനും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി തരുന്നത്. ഞാൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും നമുക്ക് ഇന്നും നല്ല ചൂട്, നല്ല വെയിൽ, ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും യു ആർ റിയലി ഫീലിംഗ് ലൈക്ക് ഒരു കിങ് ഓഫ് ദ റോഡ് ഫീലിംഗ് ഉണ്ട്. ദാറ്റ് യു ആർ ഇൻവിൻസിബിൾ. നമുക്ക് ഏത് റോട്ടിലും എങ്ങനെയും ഓടിക്കാം, എന്തും ചെയ്യാം. ആൻഡ് അത് തന്നെയാണ് നിസാൻ പെട്രോളിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് ഏത് ജനറേഷൻ എടുത്താലും. സോ ഞാൻ ഇതിന് മുമ്പേ Y60 പെട്രോൾ അത്യാവശ്യം നല്ലോണം ഓടിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഫീൽസ് ക്വൈറ്റ് നൈസ്, ക്വൈറ്റ് കേപ്പബിൾ, ക്വൈറ്റ് റോബസ്റ്റ് ഒരു ഫീലിംഗ് ആണ്. പക്ഷേ Y61 ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടച്ച് ഓഫ് മോഡേണിറ്റി, ഒരു ടച്ച് ഓഫ് ഒരു ഒരു 90s 2000s എന്ന് തന്നെ പറയാം. ഈവൻ ദോ ദിസ് വാസ് ലോഞ്ച് ബിഫോർ 2000, ആ ഒരു ടച്ച്, ആ ഒരു റിഫൈൻമെൻറ്റും ആ ഒരു ഫീലും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ബീറ്റ് ഇൻ ദ സീറ്റ്സ്, ബീറ്റ് ഇൻ ദ ഗിയർ ഷിഫ്റ്റ്, ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിലാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത്. സോ ആ സമയത്തുള്ള ഒരു ലാൻഡ് ക്രൂയിസർ ആയിട്ട് നോക്കുകയാണെങ്കിൽ 100 സീരീസ് അവർ കൂടുതൽ കംഫർട്ടബിൾ. ആക്ച്വലി ഇത് ഇറങ്ങുന്ന സമയത്ത് 80യുടെ ലാസ്റ്റ് ഇയർ ആണ്, അതോടെ 18 തീർന്നു. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന 100 സീരീസ് ആദ്യമായിട്ട് ടൊയോട്ട ലാൻഡ് ക്രൂസർ ലൈനപ്പിൽ ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ കൊടുത്ത് മോർ കംഫർട്ട്, മോർ ലക്ഷൂറിയസ് അങ്ങനത്തെ ഒരു വണ്ടിയാക്കി മാറ്റി. വേറെസ് നിസാൻ ഒരു ജനറേഷനും കൂടെ ഈ Y61 വന്നപ്പോഴും അവർ ആ കോർ ഈത്തോസ്, ഈ പറഞ്ഞ വണ്ടികളുടെ, ഈ പറഞ്ഞ ഫുൾ സൈസ് ജാപ്പനീസ് ലക്ഷറി SUVസിൻ്റെ ആ ഒരു കോറായിരുന്ന ഓഫ് റോഡ് എബിലിറ്റി അത് മൊത്തം എടുത്ത് കളഞ്ഞില്ല, കോംപ്രമൈസ് ചെയ്തില്ല ഫോർ കംഫർട്ട് ഓർ പ്ലീസിങ് ദ മാർക്കറ്റ്. ആൻഡ് ആ ഒരു കാര്യത്തിൽ നമുക്ക് നിസാനോട് യു ഹാവ് ടു റെസ്പെക്ട് ദ ബ്രാൻഡ്. ബിക്കോസ് ആ സമയത്ത് എല്ലാവർക്കും വളരെ ടെംപ്റ്റഡ് ആയിരുന്നു, ബിക്കോസ് ദ മണി വാസ് ഇൻ ദ റിച്ച് മാർക്കറ്റ്. ആ റേഞ്ച് റോവർ മാർക്കറ്റിലായിരുന്നു എല്ലാവരും സ്പെൻഡിങ് പവർ ഉള്ളതും പ്രീമിയം ഇതുള്ളത്. ബട്ട് എന്നാലും അവർ ആ ഹാർഡ് കോർ എന്തൂസിയാസിനെ കേറ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു വണ്ടി ഇറക്കിയത് ഭയങ്കര ഒരു സംഭവം തന്നെ ആയിപ്പോയി. നമ്മൾ ഈ നിസാൻ Y61 എത്ര റൂട്ടിൽ ഓടിച്ചു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ട്രൂ കേപ്പബിലിറ്റി മനസ്സിലാക്കുന്ന ഇസ് വെൻ ഇറ്റ് ഗോസ് ഓഫ് റോഡ് ലൈക്ക് ദിസ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു നാച്ചുറൽ എൻവയറമെൻറ്റ്. നമ്മൾ വേറെ ഏത് വണ്ടി നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോയാലും നമ്മളൊന്ന് ആലോചിക്കും, വേണോ ഈ വണ്ടിക്ക് ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. വേറെ ദീസ് കാർസ് ഇത്രയേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ യു പുട്ട് ഇറ്റ് ത്രൂ എ ഹോൾ ഡേ ഓഫ് ദിസ്. ആക്ച്വലി നമ്മൾ രാവിലെ തൊട്ട് വി ബീൻ ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ദിസ് കാർ, ജസ്റ്റ് ഡ്രൈവിംഗ് ഇറ്റ് അപ്പ് ആൻഡ് ഡൗൺ, ഹാവിങ് എ ബ്ലാസ്റ്റ് വിത്ത് ഓൾ ദി SUVs. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ടെമ്പറേച്ചർ കയറിയിട്ടില്ല, ഒന്നുമില്ല. ഭയങ്കര ചൂടാണ് പുറത്ത്, ഭയങ്കര മോശം ടെറൈനാണ്. ബട്ട് യു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ 4 high ആൻഡ് ഈ പറഞ്ഞ എല്ലാ സാധനവും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഒരു ലോഡും ഇല്ല, ഒരു സ്ട്രെയിനും ഇല്ല. ആൻഡ് ഇതൊക്കെയാണ് ശരിക്കും ഈ ഒരു ഫുൾ സൈസ് SUV നമ്മളിങ്ങനെ ഓഫ് റോഡ് പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആ കേപ്പബിലിറ്റീസ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും ആക്ച്വലി വണ്ടിക്കും കിട്ടുന്ന ഹാപ്പിനെസ് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ സിനാറിയോയിൽ ഷുഡ് യു ബൈ വൺ എന്ന് ചോദിക്കുമ്പോൾ ബൈയിങ് വൺ അഗെയിൻ വെരി ഡിഫിക്കൾട്ട്. കാര്യം ഈ ഒരു സമയം ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇമ്പോർട്ട്സ് ഒക്കെ വളരെയധികം കുറഞ്ഞു. ആൻഡ് 100 സീരീസ് ഇറങ്ങി. 100 സീരീസ് ഇറങ്ങിയതോടെ ഇന്ത്യയുടെ ഒരു ഫേവററ്റ് ഇമ്പോർട്ട് ആയിരുന്നു. ബിക്കോസ് ബോളിവുഡ് ലവ് ദാറ്റ് കാർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് എല്ലാവരും അത് മേടിക്കാൻ തുടങ്ങി. ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം അത് കഴിഞ്ഞ് Q7 ആയിരുന്നു ബോളിവുഡിൻ്റെ ഫേവററ്റ് കാർ, എല്ലാവരും Q7 വാങ്ങി. അത് കഴിഞ്ഞ് റേഞ്ച് റോവറായി, G-Wagon-ആയി. സോ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണ് ഇത് ഓഫ് റോഡിങ് എന്ന് പറഞ്ഞ് മേടിക്കാത്ത ആൾക്കാർ, ഇതൊരു ലക്ഷറി കാർ എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാർ മോർ റോഡ് ഫോക്കസ് ഉള്ളതുകൊണ്ട് ലാൻഡ് ക്രൂസറിലോട്ട് മാറി. പക്ഷേ ഹാർഡ് കോർ മാർക്കറ്റ്സ് ലൈക്ക് ദ മിഡിൽ ഈസ്റ്റ്, ലൈക്ക് ഓസ്ട്രേലിയ, അവിടെയൊക്കെ പെട്രോളിൻ്റെ ഫാൻ ഫോളോയിങ് വേറെ ലെവലിലാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്പേഴ്സ് ആർ വെരി ലെസ്. നമുക്കിപ്പോൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലും വല്ലപ്പോഴും ഒക്കെയാണ് ഒരു Y61 പെട്രോൾ, എനി പെട്രോൾ ആക്ച്വലി ഇന്ത്യയിൽ കൊടുക്കാൻ വരുന്നത്. സോ ഇഫ് യു ക്യാൻ ഫൈൻഡ് വൺ, ഗ്രാബ് ദം. ഇതിൻ്റെ അകത്ത് ചില എൻജിൻസിന് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് യു ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട് വാട്ട് എൻജിൻ യു ആർ ബൈയിങ്,
ദ ബിഗർ എൻജിൻസ് ആർ യൂഷ്വലി സേഫർ ബെറ്റ് ബിക്കോസ് കുറച്ചുകൂടെ അൺസ്ട്രെസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും അതിൻ്റെ ജീവിതം മുഴുവൻ ഓടിയത്. അതുകൊണ്ട് തന്നെ ദോസ് മേക്ക് എ ബെറ്റർ ബൈ. ബട്ട് ഇതിനകത്തൊരു മോശം വണ്ടി എന്ന് പറയാനായിട്ട് ഒരു സാധനമില്ല. എല്ലാത്തിനും അതിൻ്റെതായ കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് ഇഫ് യു ക്യാൻ ഫൈൻഡ് വൺ ഇൻ ഗുഡ് ഷേപ്പ്, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് തന്നെ പറയുള്ളൂ. നമുക്ക് പിന്നെ എന്തായാലും ഈ ഒരു സെഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് എത്രത്തോളം മാർക്കറ്റ് ഇവോൾവ് ചെയ്തു. സോ ദിസ് ഇസ് ദ Y61. നമുക്ക് ഇവിടെ നിന്ന് Y62 പെട്രോളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു, എന്താണ് നമ്മുടെ 4x4 ലോകത്തിൽ വന്ന മാറ്റങ്ങൾ. നിസാൻ പെട്രോൾ Y62ഉം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് റോഡർ ആയോ, അതോ ഇപ്പോഴും അതിൻ്റെതായ കേപ്പബിലിറ്റീസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. അത് നോക്കാൻ വേണ്ടി നമുക്ക് ലെറ്റ് us go for a drive in that, the petrol Y62. അങ്ങനെ ദ ടൈംലെസ് Y61 കഴിഞ്ഞിട്ടുള്ള അടുത്ത വേർഷനാണ് ദ Y62 നിസാൻ പെട്രോൾ. നമുക്കിത് രണ്ടും കൂടെ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ വെരി ഒരു എവല്യൂഷൻ ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ്. നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ലുക്സ് വെരി ബേസിക്, വെരി 2000s ലേറ്റ് 90s സ്റ്റൈലിംഗ് നമുക്ക് ക്ലിയർ ആണ്. വേറെ കാലം പോയതോടെ SUVs became bigger and bigger. നമുക്കിപ്പോൾ ലാൻഡ് ക്രൂസർ കണ്ടാലും പഴയ 60 to 80 to 100 to 200 and now the 300, they've just bloat up. ആൻഡ് അതേപോലെ തന്നെ Y62ഉം ഡിസൈഡഡ്ലി സോ വലുതായിട്ടുണ്ട്. ആൻഡ് അതൊരു മാർക്കറ്റ് റിക്വയർമെൻ്റ് ആണ്. കാര്യം ദീസ് വെഹിക്കിൾസ് ബിക്കെയിം മോർ അപ്പ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഒരു പ്രസൻസും കാര്യങ്ങളും ഒരു റേഞ്ച് റോവറും അങ്ങനത്തെ വണ്ടികളായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ സൈസും ആ ഒരു കംഫർട്ടും ആ ഒരു സ്പേസും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയും ഇറ്റ് ഹസ് ബിക്കം മച്ച് ബിഗർ. ഈ കാണുന്നത് ഇസ് ദ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ യു ഗോ ദീസ് LED ലൈറ്റ്സ്, അതേപോലെ ചെറിയ ചെറിയ കുറച്ച് ബമ്പർ ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിലും ഇതൊരു മാസീവ് ഫ്രണ്ട് ബമ്പറാണുള്ളത്. ഇതിന് പലവരും ആഫ്റ്റർ മാർക്കറ്റ് ബമ്പർ ഓപ്ഷൻസ് നമുക്ക് മിഡിൽ ഈസ്റ്റിലെല്ലാം കാണാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ക്രോം ആൻഡ് ഓൾ ദ ഒരു ട്രേഡ് മാർക്ക് നിസാൻ ഫീച്ചേഴ്സ് നമുക്കെല്ലാം കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ നിസാനും ഈ ഒരു ഫാമിലി ലുക്ക് തന്നെയാണ് ഉള്ളത്. ആൻഡ് അത് തന്നെ ഒരു XXL സൈസിലോട്ടാക്കി കഴിഞ്ഞാൽ യു ഗെറ്റ് ദ Y62 പെട്രോൾ. ബോണറ്റിൽ ചെറിയൊരു റേസ്ഡ് ഏരിയ ഉണ്ട്. ആൻഡ് അത് നമുക്ക് ഓടിക്കുമ്പോഴും അത് ശരിക്കും ദാറ്റ് റിയലി മേക്സ് യു ഫീൽ ലൈക്ക് ദ കിങ് ഓഫ് ദ റോഡ്. സോ ദാറ്റ്സ് നൈസ്. സൈഡിലോട്ട് അങ്ങനെ ഭയങ്കര മാഡ് ഫ്ലെയർസോ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് മോർ ദാൻ എ ഹാർഡ് കോർ ഓഫ് റോഡർ, ഇതും ഒരു സിറ്റിയിലും ഒരു ലക്ഷറി എൻവയറമെൻറ്റിലും ദിസ് ഷുഡ് ഫിറ്റ് റൈറ്റ് ഇൻ. ആൻഡ് ദിസ് ഡസ് ഇറ്റ് വിത്ത് എ പ്ലംപ്. ഇത് വളരെ നന്നായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും മിററിൻ്റെ അടിയിൽ. സൈഡ് അഗെയിൻ ലൈക്ക് ഓൾ അതർ നിസാൻ പെട്രോൾസ് ഭയങ്കര ക്രീസസോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ സ്റ്റൈലിംഗ് ആണ് സൈഡ്സിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഡ്യുവൽ ടോൺ വീൽസാണ്. യു ഹാവ് ദ V8 ബാഡ്ജിങ്. വളരെ പ്രൗഡായിട്ട് തന്നെ പെട്രോൾ അടിക്കുന്നുണ്ടടാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് V8ൻ്റെ ബാഡ്ജിങ്ങും ഉണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ ലാർജ് കാർ. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് സൈഡിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക കാര്യം എൻ്റെ സൈസ് എത്രയേ ഉള്ളൂ. പിന്നെ കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് യു ഹാവ് ദീസ് ഓട്ടോമാറ്റിക് ഫുഡ് പെഡൽസ് വിച്ച് കം ഔട്ട്. അപ്പോൾ അത് അത്യാവശ്യം കംഫർട്ടബിളാണ്. കയറാൻ ഇറങ്ങാൻ ഭയങ്കര സുഖമാണ്. നമ്മൾ പിന്നെ കുറച്ചും കൂടെ ബാക്കിലോട്ട് വരുമ്പോഴും അഗെയിൻ ബാക്കി എല്ലാ പെട്രോൾസും പോലെ തന്നെ അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് റൂഫ് ലൈനാണ് കാണുന്നത്. ആൻഡ് ദാറ്റ് റിയലി യു വോണ്ട് മിസ് ഇറ്റ് ഫോർ എനിത്തിങ് എൽസ് അതർ ദാൻ നിസാൻ പെട്രോൾ. കമ്മിങ് ടു ദ റിയർ എൻഡ്, നമുക്ക് ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം ഒരു ചെറിയൊരു റാപ്പ് അറൗണ്ട് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വന്ന ഫേസ് ലിഫ്റ്റുകൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് മോർ ലെസ് ദ സെയിം. റിയർ എൻഡ് എല്ലാം അത്യാവശ്യം സെയിം ആണ്. വെരി സിമിലർ ടു ദ ഏർലിയർ Y62 പ്രീ ഫേസ് ലിഫ്റ്റ്. ആൻഡ് ഇറ്റ്സ് എ വെരി പ്ലീസിങ് കാർ. അങ്ങനെ ആരെയും ഇത് ഒഫെൻഡ് ചെയ്യില്ല. ആരെയും ഇത് അയ്യോ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഒരു തോന്നലും ഒരു കോൺട്രവേഴ്സിക്കും നിൽക്കാത്ത ഒരു നല്ലൊരു ഡീസൻറ്റ് വണ്ടി, അങ്ങനെ തന്നെ പറയാം. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാൻ പെട്രോൾ ഈ Y62 ജനറേഷൻ ഇറങ്ങിയത് 2010 അബുദാബിയിലാണ് ലോഞ്ച് ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് ഫിറ്റിംഗ് ബിക്കോസ് ഏറ്റവും വലിയ മാർക്കറ്റ് ഈ വണ്ടിയുടെ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. ഇപ്പോഴും ദിസ് ഇസ് സ്റ്റിൽ ദ മോസ്റ്റ് ഫേവററ്റ് കാർ ദെയർ. അതിൻ്റേതായ ഒരു ഫാൻ ഫോളോയിങ്ങും അതിൻ്റേതായ വലിയൊരു കൾട്ട് തന്നെയുണ്ട് നിസാൻ പെട്രോളിന് മിഡിൽ ഈസ്റ്റിൽ. സോ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വണ്ടി ലോഞ്ച് ചെയ്തതും അബുദാബി തന്നെയാണ്. സോ എക്സ്റ്റീരിയേഴ്സ് അല്ല ഈ വണ്ടിയുടെ കാര്യം. ലെറ്റ് us ചെക്ക് ഔട്ട് ദ ഇൻറ്റീരിയർ ആൻഡ് ദ ഡ്രൈവ് ഫീൽ. എന്നിട്ട് നമുക്ക് ലെറ്റ് സി ഇഫ് ദിസ് ഇസ് ദ ബെസ്റ്റ് നിസാൻ പെട്രോൾ എവർ മെയ്ഡ്. അങ്ങനെ ഡ്രൈവിംഗ് ദ Y62 നിസാൻ പെട്രോൾ, ദ ലേറ്റസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആണോ ഈ ജനറേഷൻ? ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഗെറ്റ്സ് എ 5.6 ലിറ്റർ V8 എൻജിൻ ആൻഡ് ഇറ്റ് ഗോസ്. ഇറ്റ്സ് എ ലൈക്ക് 400 horsepower ഉണ്ട്.
ബട്ട് ദ വേ ഇറ്റ്സ് ഡെലിവേർഡ് ഇസ് റിയലി നൈസ്. ഭയങ്കര ഒരു ലീനിയർ, ഭയങ്കര ക്രീമി ഒരു പവർ ഡെലിവറിയാണ് നമുക്ക് ഈ വണ്ടിക്ക് കാണുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ ഉള്ള ഒരു Y61 ജസ്റ്റ് 1 ജനറേഷൻ ബിഹൈൻഡ് ഒരു വണ്ടിയിൽ നോക്കുമ്പോൾ ദിസ് ആക്ച്വലി ഫീൽസ് സെവറൽ ജനറേഷൻസ് അഹെഡ്. ദ വേ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ഓൺ ദ റോഡ്, അതിൻ്റെ ഒരു ഹാൻഡ്ലിങ്, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്, ട്രാൻസ്മിഷൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ് ഫീൽസ് ലൈറ്റ് ഇയേഴ്സ് അഹെഡ് ഓഫ് ദ Y61 ഓർ ആക്ച്വലി എനി ഓഫ് ദി അതർ കാർസ് പ്രിസീഡിങ് ദിസ് വൺ. പക്ഷെ നമുക്ക് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇറ്റ് റിയലി ഫീൽസ് ഒരു ഭയങ്കര ഒരു മിഡിൽ ഈസ്റ്റ് വൈബാണ്. നമുക്കിപ്പോൾ ഈ അടുത്ത കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിൽ ഗൾഫിൽ പോയിട്ടുള്ള എല്ലാവർക്കും ഒരു നിസാൻ പെട്രോളിൽ പോയി ഒരു ശീലം ഉണ്ടാവും. ഈ ഒരു എക്സ്പാൻസീവ് ഇൻറ്റീരിയർ, ഒരു ഫാൻറ്റാസ്റ്റിക് ബട്ട് വെരി സിമ്പിൾ ഡാഷ്ബോർഡ്, ഇങ്ങനെ മോഡേൺ ടച്ച് സ്ക്രീൻ, ഒരു ബേസിക് ഒരു ടച്ച് സ്ക്രീൻ ഉണ്ടെങ്കിലും ഒരു വലിയ മറ്റേ ടെസ്ല ടൈപ്പ് സ്ക്രീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് ഇരിക്കുന്നത്. സിമ്പിൾ സ്പീഡോമീറ്റർ, വെരി റീഡബിൾ, ബേസിക് റീഡ് ഔട്ട്, ചെറിയൊരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്ത് ഏത് ഡ്രൈവ് മോഡിലാണ് ഉള്ളതെന്ന് കാണിക്കും. നമുക്ക് റോക്കാണോ, ക്രോളിംഗ് ആണോ, സാൻഡ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. 4x4 ഒരു ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കൺട്രോൾഡ് ഹിയർ. 4 high 4 low, ഓൾ ഓഫ് ദാറ്റ് നമ്മുടെ കംപ്ലീറ്റ് ഓഫ് റോഡ് സെറ്റിങ്സ് എല്ലാം ഈ ഒരു നോബും അതിൻ്റെ ചുറ്റുമുള്ള ബട്ടൺസിലുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ വേറെ എന്താ മോഡേൺ കംഫർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മറ്റേ ഫുൾ പാർക്കിംഗ് ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റിൽ AC, ഹീറ്റിംഗ്, ഓൾ ദോസ് ബേസിക് സ്റ്റഫ്. പിന്നെ നിസാൻ്റെ വേർഷൻ ഓഫ് ഒരു അഡാപ്റ്റീവ് ക്രൂസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും യു വിൽ സി വെരി വെരി ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്. ലെതർ നല്ല ക്വാളിറ്റി ലെതറാണ്. ഡാഷ് സോഫ്റ്റ് ടച്ച് ഡാഷാണ്. യു ഹാവ് മൾട്ടിപ്പിൾ റോസ് ഓഫ് ACs. wherever you look, നല്ല വുഡ്, നല്ല ക്വാളിറ്റി. സോ ഇൻറ്റീരിയർ അഗൈൻ ഇസ് എ നൈസ് പ്ലേസ് ടു ബി ഇൻ. ഇറ്റ്സ് വെരി കംഫി. കാർ ഇസ് വെരി ഫാസ്റ്റ്. പുറത്തുനിന്നുള്ള ഒരു നോയ്സും കേൾക്കുന്നില്ല. ഇറ്റ്സ് വെരി റിഫൈൻഡ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. കാര്യം ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ സിറ്റിക്കകത്ത് വെറുതെ ഓടിച്ചടക്കേണ്ട വരും. ഇതൊരു ഹൈവേ സ്റ്റോമർ അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുമ്പോഴും ഇതിങ്ങനെ ഈ V8ൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാം. ഐ മീൻ ഇറ്റ്സ് റിയലി ക്വൈറ്റ് എക്സൈറ്റിംഗ് ടു ഡ്രൈവ്. ഇതിൻ്റെ തന്നെ ഒരു V6 എഞ്ചിനും വന്നിട്ടുണ്ട്. ബട്ട് ഇതിൽ കൂടുതലും ഇറങ്ങിയിട്ടുള്ളത് V8 ആണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു വണ്ടി ഐ ഫീൽ V8 ആണ് ശരിക്കും എടുക്കേണ്ടത്. കാര്യം ഈ ഒരു മാസും ഈ ഒരു സൈസും ഇതെല്ലാം ഒന്ന് മൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും യു നീഡ് ഓൾ ദ പവർ ദറ്റ് യു ക്യാൻ ഗെറ്റ്. ആൻഡ് ഈ വണ്ടിയുടെ 5.6 ലിറ്റർ V8 എഞ്ചിൻ മേക്സ് 400 ഹോഴ്സ് പവർ. അതായിരുന്നു പെട്രോളിൻ്റെ ഏറ്റവും പവർഫുൾ എഞ്ചിൻ. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു നിസ്മോ എന്ന് പറഞ്ഞിട്ടൊരു ട്രിം പാക്കേജും വന്നിട്ടുണ്ട്. അതിനകത്ത് യു ഗെറ്റ് ഓൾ ദ നിസ്മോ ബിറ്റ്സ്, ഗോ ഫാസ്റ്റർ നിസ്മോ ബിറ്റ്സ് ലൈക്ക് യുവർ സ്കേർട്സ്, വീൽസ്, ബോഡി കിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻറ്റീരിയറിൽ വ്യത്യാസമുണ്ട്. അതേപോലെ ഒരു 28 bhp കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ അതല്ലാണ്ട് ദിസ് ഈസ് പ്രിറ്റി മച്ച് വാട്ട് യു ഗെറ്റ്. ഇത് കഴിഞ്ഞ് 2010 ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2014 ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. 2019 ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഐ ഫീൽ വെരി കേപ്പബിൾ, വെരി നൈസ്. നമുക്ക് ആ ഒരു ക്ലാസിക് SUV, ക്ലാസിക് ഓൾഡ് സ്കൂൾ SUV ഫീൽ വിത്ത് a lot of modern comforts വേണമെങ്കിൽ this is still the ultimate vehicle that you can get. Y62 പെട്രോൾസ് ഇന്ത്യയിൽ ഭയങ്കര റെയറാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന വണ്ടിയും ഇത് തന്നെയാണ്. സോ ഈ വണ്ടി ഫ്രം ന്യൂ, ഇപ്പോൾ നമുക്ക് കാണാം KL22 നമ്പറാണ്. ഇത് ഒറിജിനലി ഇങ്ങോട്ട് തന്നെ വന്ന ഒരു പ്രോപ്പർ ലീഗൽ ഇമ്പോർട്ടാണ്. കാര്യം ഇത് നിസാൻ ഇന്ത്യ കൊണ്ടുവന്നതാണ്. അവരുടെ പേഴ്സണൽ യൂസ് ഫോർ ദ സീനിയർ എക്സിക്യൂട്ടീവിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് അവർക്ക് ടെക്നോ പാർക്കിൽ ഓഫീസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ KL22 നമ്പറിലോട്ടായി. ആൻഡ് അവിടെ നിന്നാണ് വെൻ ഇറ്റ് ഹഡ് ഡൺ ബെയർലി എനിത്തിങ്, എനിക്ക് തോന്നുന്നൊരു 7,000-8,000 കിലോമീറ്റർ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിഷ്ണു ഈ വണ്ടി വാങ്ങിക്കുന്നത്. സോ ഈ ഓൺസ് ബോത്ത് ദ പെട്രോൾസ്. ആൻഡ് അങ്ങനെ പതുക്കെ ഒരു പെട്രോൾ കളക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ദേ ഗോട്ട് ദ ഹാൻഡ്സ് ഓൺ ഇറ്റ്, സ്റ്റിൽ ഇമ്മാക്കുലേറ്റ്. ആൻഡ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി സാധാരണ ഒരു ലക്ഷറി SUV കാണുന്ന പോലെ വെറുതെ ഒരു മോൾ ട്രോളർ അല്ല. വെറുതെ റോഡിൽ ട്രാഫിക് ഉണ്ടാക്കാനായിട്ടും ലുലു മോളിൽ പോയി പെടാനായിട്ടുള്ളതല്ല. ഇത് മാന്യമായിട്ട് ഈ വണ്ടി എന്തിനാണോ ഡിസൈൻ ചെയ്തത് അതിനു വേണ്ടി ഡെയിലി റുട്ടീനിൽ ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ കാറിൽ ഒരു 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. ഇനീഷ്യൽ ഡേയ്സിൽ യു ഹാഡ് എ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓർ എൻ ഓപ്ഷണൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അത് കൂടുതലും ബേസ് ട്രിംസും അങ്ങനത്തെ കാര്യങ്ങളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ ഒരു ഓപ്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബട്ട് ദിസ് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഇസ് റിയലി നൈസ്. നമുക്ക് ടിപ്ട്രോണിക് ഫങ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ഗിയർ ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മാനുവൽ ഗിയർ ബോക്സിൻ്റെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇത് മിസ് ചെയ്യുന്നൊന്നുമില്ല.
ആൻഡ് ഈവൺ ഇൻ ഓഫ് റോഡ് കണ്ടീഷൻസ്, ബിക്കോസ് ഇതിനകത്ത് അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ഉള്ളത് കൊണ്ട് തന്നെ കേപ്പബിലിറ്റീസും കാര്യങ്ങളും വളരെ നല്ലതാണ്. നമ്മളൊരു മാനുവൽ മാത്രം കൊണ്ട് മറ്റേ ക്രോസ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്ന പല സാധനങ്ങളും ഇത് ഓട്ടോമാറ്റിക് വെച്ച് തന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക്സും ട്രിക്ക് ബിറ്റ്സ് എല്ലാം കൊണ്ട് നല്ല കൂളായിട്ട് ഇത് ചെയ്യും. ആൻഡ് നമ്മൾ ഇതൊരു വെറുതെ ഒരു ഓൺ റോഡ് റിവ്യൂ മാത്രമല്ല, നമുക്ക് വി ബീൻ ഹാവിങ് എ ബ്ലാസ്റ്റ് വിത്ത് ദിസ് കാർ ഓഫ് റോഡ് ഓൾസോ. ഇപ്പോൾ നമ്മൾ കുറയ്ക്കാത്ത അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാനും പറ്റി, എൻജോയ് ചെയ്യാനും പറ്റി. ആൻഡ് Y61 എന്നുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇൻ ദ വേ ദാറ്റ് ദ ഹോൾ വെഹിക്കിൾ കുക്കൂൺസ് യു ഫ്രം ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൗണ്ട്. നമ്മൾ പുറത്തൊരു യുദ്ധം നടക്കുവാണെങ്കിൽ നമ്മളിതിനകത്ത് മറ്റേ സീറ്റിൽ AC ഒക്കെ ഓണാക്കി വളരെ റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. സോ ഇതൊരു പുറത്തൊക്കെ നമുക്ക് ലാൻഡ് ക്രൂസർ 200 സീരീസായിട്ടും, ഇപ്പോൾ വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് 300 സീരീസായിട്ടും ഒരു കോമ്പറ്റീഷൻ ആണ്. വേറെസ് ഇന്ത്യയിൽ ദ നമ്പേഴ്സ് ആർ വെരി 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 ലെസ്. വിരലെണ്ണാവുന്ന വണ്ടികളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ ക്ലീൻ ഡോക്യുമെൻറ്റേഷനുള്ള വളരെ വളരെ കുറച്ച് വണ്ടികളെ ഉണ്ടാവുള്ളൂ. സോ ഒരു സാധാരണ ഒരു 200 സീരീസ് വിച്ച് ആർ ഡൈമണ്ട് ഡസൻ നൗ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു നല്ലൊരു യുണീക്ക് ഓൾട്ടർനേറ്റീവ് ആണ് ഇഫ് യു റിയലി വോണ്ട് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ക്രൗഡ്. കാര്യം യു ക്യാൻ ബി റെസ്റ്റ് അഷ്യൂർഡ്, നമ്മൾ ഇതും കൊണ്ടൊരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയിക്കുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം അവിടെ എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ ഈ ടെറൈനിലും ഈ ചൂടത്തും യു ആർ ഇൻ ദ ലാപ്പ് ഓഫ് ലക്ഷറി. ആൻഡ് ഇതൊരു വളരെ യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് എനിക്ക് ഈ ഒരു വണ്ടിയായിട്ട് ഒരു വേറൊരു കണക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി വേറൊരു കൺട്രിയിൽ പോയിട്ട് ആദ്യമായിട്ട് ഓടിക്കുന്നൊരു വണ്ടിയും ഇതേപോലത്തെ ഒരു നിസാൻ പാട്രോളാണ്, ഒരു പ്രീ ഫേസ് ലിഫ്റ്റ്. സോ ഇറ്റ് ബിലോങ് ടു മൈ ഫ്രണ്ട് വിജീഷ്. ഞാനന്ന് ദുബായിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രിയിൽ ഓടിക്കുന്നത് ഈ ഒരു സാധനമാണ്. ആൻഡ് ഇറ്റ് വാസ് എൻ ഇൻസെയിൻ എക്സ്പീരിയൻസ്. ആൻഡ് അപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും ലൈക്ക് എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഇറക്കാത്തത് എന്നുള്ളത്. ആൻഡ് ഈ വണ്ടി വന്നപ്പോഴും എല്ലാവരും വിചാരിച്ചു, ദിസ് പെർട്ടിക്കുലർ കാർ ഇന്ത്യയിൽ വന്നപ്പോഴും എല്ലാവരും വിചാരിച്ചു ഓക്കെ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി വന്നതായിരിക്കും, ഇവരിത് കാണിക്കുമായിരിക്കും, ഇത് ഇറക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അവരിറക്കിയില്ല. അത് കഴിഞ്ഞിട്ട് നിസാൻ കുറേ പ്രോട്ടോടൈപ്പുകൾ കൊണ്ടുവന്ന് വലിയ മീഡിയ ഡ്രൈവൊക്കെ വെച്ച് കുറേ പരിപാടി ചെയ്തു, അതൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ എന്തായാലും വി ക്യാൻ ഓൺലി ഹോപ്പ് ദാറ്റ് ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഇത്രയും ഒരു ലെജൻഡറി ബ്രാൻഡ് നമുക്ക് വി വിൽ ഗെറ്റ് എ ചാൻസ് ടു ഓൺ ഇറ്റ് ഇൻ ഇന്ത്യ. ലാൻഡ് ക്രൂസർ ഒരു റണ്ണവേ സക്സസ് ആണ്. ഇതെല്ലാം കണ്ടിട്ട് ഹോപ്പ്ഫുള്ളി നിസാൻ നമുക്ക് ഇന്ത്യൻ എന്തൂസിയാസ്റ്റിനും ഈ ഒരു ബ്രാൻഡും ഈ ഒരു കംഫർട്ടും ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വി ക്യാൻ ഓൺലി ഹോപ്പ്, ബട്ട് ഹോപ്പ്ഫുള്ളി സം ഡേ വി വിൽ ഗെറ്റ് സം ഓഫ് ദീസ് ഇൻ ഇന്ത്യ. എന്തായാലും അതോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഡു ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.